ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 147 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. ഈ വാക്യത്തിൽ കൂടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലിയവൻ, ശക്തിയുള്ളവൻ, വിവേകമുള്ളവൻ. പലപ്പോഴും മനുഷ്യരായ നാം മാനസികമായി ശക്തി കുറയുന്ന, അധൈര്യപ്പെടുന്ന, ബലം കുറയുന്ന അവസ്ഥകൾ നമ്മിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നുള്ളതാണ്. ശക്തി കുറയുന്നിടത്ത്, ബലം കുറയുന്നിടത്ത് നമ്മുടെ ബലഹീനതകളിൽ ബലം പകർന്ന് ശക്തി നൽകി നമ്മെ മുൻപോട്ട് നയിക്കുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. അവസാനമില്ലാത്ത വിവേകത്തിന് ഉടമയാണ് നമ്മുടെ കർത്താവ്. അവിടുത്തേക്ക് പരിഹാരമില്ലാത്ത, പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവും മുൻപിലില്ല. കർത്താവിന്റെ സന്നിധിയിൽ നാം അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടുന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവനാണ്. ഒരു വ്യക്തി നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. ആ വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ കർത്താവ് വലിയവൻ എന്നാണ്. മാനുഷിക ദൃഷ്ടിയിൽ വലിയവൻ എന്ന് നാം വിചാരിക്കുന്നത് ഒരു വ്യക്തിയുടെ പൊക്കമോ വണ്ണമോ ആകാം, പണമോ പ്രശസ്തിയോ ആകാം, വിദ്യാഭ്യാസമോ മറ്റേതെങ്കിലും നിലകളിലുള്ള കഴിവുകളെയോ ഒക്കെയാണ് മാനുഷിക ദൃഷ്ടിയിൽ നാം വലിയവൻ എന്ന് ഉൾക്കൊള്ളുന്നത്, പറയുന്നത്. ഇവിടെ വലിയവനാകുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു ചെന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വേണ്ടി വലിയവ ചെയ്തു തരുന്നവനാണ്. എന്താവശ്യത്തോടുകൂടെയാണോ നാം അടുത്ത് ചെല്ലുന്നത്, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവിടുന്ന് ചെയ്തു തരുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. മനുഷ്യൻ പ്രവർത്തിക്കണമെങ്കിൽ സാഹചര്യങ്ങളോ മറ്റ് സഹായഹസ്തങ്ങളോ അവൻ ആവശ്യമാണ്. എന്നാൽ വലിയവനാകുന്ന ദൈവം പ്രവർത്തിക്കുന്നത് അവിടുന്ന് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആയതിനാൽ ഈ വലിയവനായ, ശക്തിയേറിയവനായ, വിവേകത്തിന് അന്തമില്ലാത്തവനായ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.